നമസ്കാരം. സ്റ്റോറീസ് ബൈ 9pm സ്വാഗതം. 2014 മാർച്ച് 8 ഒരു സാധാരണ ശനിയാഴ്ചയോടെ തുടക്കം. മലേഷ്യയിലെ കോലാലംപൂർ അന്താരാഷ്ട്ര വിമാനത്താവളം പതിവ് പോലെ തിരക്കിലായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കുള്ള യാത്രക്കാർ അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും പേറി വിമാനങ്ങൾക്കായി കാത്തിരുന്നു. അക്കൂട്ടത്തിൽ ഒന്നായിരുന്നു ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിങ്ങിലേക്കുള്ള മലേഷ്യൻ എയർവേസിന്റെ MH370 എന്ന വിമാനം. പ്രാദേശിക സമയം പുലർച്ചെ 12:42. നയണം MRO എന്ന ബോയിങ് 777-200ER എന്ന വിമാനം റൺവേ 32R നിന്ന് ആകാശത്തേക്ക് കുതിച്ചുയർന്നു. വിമാനത്തിൽ 227 യാത്രക്കാരും 12 ജീവനക്കാരും ഉൾപ്പെടെ 239 പേർ. 5.5 മണിക്കൂർ നീളുന്ന ഒരു സാധാരണ യാത്രയുടെ തുടക്കമായിരുന്നു അത്. എന്നാൽ ആ രാത്രി വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയതും ദുരൂഹവുമായ ഒരു അധ്യായത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. MH370 പ്രവർത്തിപ്പിച്ചിരുന്നത് പരിചയസമ്പന്നരായ ഒരു സംഘമായിരുന്നു. ക്യാപ്റ്റൻ സഹാരി അഹമ്മദ് ഷാ, ഫസ്റ്റ് ഓഫീസർ ഫാരിഖ് അബ്ദുൽ ഹമീദ് എന്നിവരായിരുന്നു കോക്പിറ്റിലുണ്ടായിരുന്നത്. വിമാനം ബോയിങ് 777 കുടുംബത്തിലെ ഒരു അംഗമായിരുന്നു. 1994 പുറത്തിറങ്ങിയത് മുതൽ സുരക്ഷയുടെ കാര്യത്തിൽ മികച്ച റെക്കോർഡുള്ള ഒരു വിശ്വസ്ത വിമാനം. 2002 മലേഷ്യൻ എയർലൈൻസിന്റെ ഭാഗമായ ഈ വിമാനം 53,471 മണിക്കൂറിലധികം പറക്കൽ പൂർത്തിയാക്കിയിരുന്നു. ഫെബ്രുവരി 23 അതിന്റെ അവസാനത്തെ മെയിൻ്റനൻസ് പരിശോധനയും കഴിഞ്ഞിരുന്നു. മാർച്ച് 7 ജീവനക്കാർക്കുള്ള ഓക്സിജൻ സംവിധാനം വീണ്ടും നിറയ്ക്കുന്നതിനുള്ള ഒരു പതിവ് നടപടിക്രമം നടന്നിരുന്നു. അതിൽ അസ്വാഭാവികമായ ഒന്നും കണ്ടെത്തിയിരുന്നില്ല. എന്നിരുന്നാലും വർഷങ്ങൾക്ക് ശേഷം പുറത്തു വന്ന രേഖകൾ സൂചിപ്പിക്കുന്നത് വിമാനം പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പ് അധിക ഇന്ധനവും ജീവനക്കാർക്ക് അധിക ഓക്സിജനും നൽകിയിരുന്നു എന്നാണ്. ഇത് പിന്നീട് പല സംശയങ്ങൾക്കും ഇടയാക്കി. വിമാനത്തിൽ 49,100 കിലോഗ്രാം ഇന്ധനം ഉണ്ടായിരുന്നു. ഇത് സാധാരണ യാത്രയ്ക്ക് വേണ്ടതിലും അധികമായിരുന്നു. ഏകദേശം 7.5 മണിക്കൂർ പറക്കാനുള്ള ശേഷി ഇത് വിമാനത്തിന് നൽകി. ബെയ്ജിങ്ങിൽ ഇറങ്ങാൻ സാധിച്ചില്ലെങ്കിൽ അടുത്തുള്ള മറ്റു വിമാനത്താവളങ്ങളിലേക്ക് പോകാനുള്ള മുൻകരുതലിന്റെ ഭാഗമായിരുന്നു ഇത്. വിമാനം പറന്ന് 35,000 അടി ഉയരത്തിലെത്തിയപ്പോൾ എല്ലാം സാധാരണ നിലയിലായിരുന്നു. കോലാലംപൂർ ഏരിയ കൺട്രോൾ സെന്ററുമായി ജീവനക്കാർ കൃത്യമായ ആശയവിനിമയം നടത്തിയിരുന്നു. പുലർച്ചെ 1:06 വിമാനത്തിന്റെ ഓട്ടോമേറ്റഡ് സിസ്റ്റമായ അക്കാഴ്സ് ഒരു പൊസിഷൻ റിപ്പോർട്ട് അയച്ചു. ആ സമയത്ത് വിമാനത്തിൽ 43,800 കിലോഗ്രാം ഇന്ധനം ബാക്കിയുണ്ടായിരുന്നു. വിമാനം മലേഷ്യൻ വ്യോമാതിർത്തി വിട്ട് വിയറ്റ്നാമിന്റെ വ്യോമാതിർത്തിയിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പ് കോലാലംപൂരിലെ എയർ ട്രാഫിക് കൺട്രോളുമായി അവസാനത്തെ സംഭാഷണം നടന്നു. കൺട്രോളർ വിമാനത്തിന് വിയറ്റ്നാമിലെ ഹോച്ചിമിൻ കൺട്രോൾ സെന്ററുമായി ബന്ധപ്പെടാൻ നിർദ്ദേശം നൽകി. ക്യാപ്റ്റൻ സഹാരിയുടെ ശാന്തമായ ശബ്ദം മറുപടി നൽകി. ഗുഡ് നൈറ്റ് മലേഷ്യൻ 370. അതായിരുന്നു MH370 നിന്ന് ലോകം കേട്ട അവസാനത്തെ വാക്കുകൾ. ആ നിമിഷം വരെ അതൊരു സാധാരണ രാത്രിയിലെ സാധാരണ വിമാനയാത്രയായിരുന്നു. ക്യാപ്റ്റൻ സഹാരിയുടെ അവസാനത്തെ സന്ദേശത്തിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞില്ല. പുലർച്ചെ 1:21:13 MH370 അപ്രത്യക്ഷമായി. കോലാലംപൂരിലെയും ഹോച്ചിമിനിലെയും എയർ ട്രാഫിക് കൺട്രോളർമാരുടെ റഡാർ സ്ക്രീനിൽ നിന്ന് MH370 അപ്രത്യക്ഷമായി. വിമാനത്തിന്റെ ട്രാൻസ്പോണ്ടർ സിഗ്നൽ നൽകുന്നത് നിർത്തിയിരുന്നു. സാധാരണയായ ഒരു വിമാനത്തിന്റെ സ്ഥാനം, വേഗത, ഉയരം തുടങ്ങിയ വിവരങ്ങൾ നൽകുന്ന ഒരു സംവിധാനമാണ് ട്രാൻസ്പോണ്ടർ. ഇത് പ്രവർത്തനരഹിതമായതോടെ സാധാരണ റഡാറുകൾക്ക് വിമാനത്തെ തിരിച്ചറിയാൻ കഴിയാതെയായി. ആ നിമിഷം വിമാനം ദക്ഷിണ ചൈന കടലിന് മുകളിലായിരുന്നു. കാലാവസ്ഥയും ശാന്തമായിരുന്നു. വിയറ്റ്നാമീസ് കൺട്രോളർമാർ വിമാനവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. മലേഷ്യൻ അധികൃതർക്ക് മുന്നറിയിപ്പ് നൽകി. ആദ്യത്തെ കുറച്ച് മണിക്കൂറുകൾ ആശയക്കുഴപ്പത്തിൻ്റെതായിരുന്നു. ഒരുപക്ഷെ വിമാനം കടലിൽ തകർന്നു വീണിരിക്കാമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ ഈ നിഗമനത്തെ തകിടം മറിക്കുന്ന വിവരങ്ങൾ മലേഷ്യൻ സൈന്യത്തിന്റെ പക്കലുണ്ടായിരുന്നു. എയർ ട്രാഫിക് കൺട്രോളർമാർ ഉപയോഗിക്കുന്ന സെക്കൻഡറി റഡാറിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമായെങ്കിലും സൈന്യം ഉപയോഗിക്കുന്ന പ്രൈമറി റഡാറിൽ ഒരു അജ്ഞാത വിമാനത്തെ ട്രാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ റഡാർ സിഗ്നലുകൾക്ക് ട്രാൻസ്പോണ്ടർ ആവശ്യമില്ല. അവ വസ്തുക്കളിൽ തട്ടി പ്രതിഫലിക്കുന്ന റേഡിയോ തരംഗങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ഈ ഡേറ്റ അനുസരിച്ച് MH370 അതിന്റെ നിശ്ചിത പാതയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞു. തുടർന്ന് ഇടത്തോട്ടൊരു മൂർച്ചയേറിയ തിരിവെടുത്ത് തെക്കു പടിഞ്ഞാറൻ ദിശയിലേക്ക് നീങ്ങാൻ തുടങ്ങി. ഇത് യാദൃച്ഛികമായി സംഭവിച്ച ഒരു ദിശാമാറ്റമായിരുന്നില്ല, മറിച്ച് ബോധപൂർവമായ ഒരു നടപടിയായിരുന്നു എന്ന് വ്യക്തമായിരുന്നു. വിമാനം മലേഷ്യൻ ഉപദ്വീപിന് കുറുകെ പറന്നു. അതിന്റെ ഉയരത്തിൽ വ്യതിയാനങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ചിലപ്പോൾ 31,000 അടിയിലേക്കും മറ്റു ചിലപ്പോൾ 33,000 അടിയിലേക്കും അത് നീങ്ങി. പുലർച്ചെ 1:52 വിമാനം പെനാങ് ദ്വീപിന്റെ തെക്ക് ഭാഗത്തുകൂടി കടന്നുപോയി. തുടർന്ന് മലാക്ക കടലിടുക്കിന് മുകളിലൂടെ അത് യാത്ര തുടർന്നു. മലേഷ്യൻ സൈനിക റഡാറിലെ അവസാനത്തെ സിഗ്നൽ രേഖപ്പെടുത്തിയത് പുലർച്ചെ 2:22 പെനാങ്ങിൽ നിന്ന് 200 നോട്ടിക്കൽ മൈൽ വടക്കു പടിഞ്ഞാറായി ആൻഡമാൻ കടലിന്റെ തുടക്കത്തിൽ വെച്ച് വിമാനം റഡാറിന്റെ പരിധിക്ക് പുറത്തേക്ക് പോയി. അതിനുശേഷം വിമാനം എങ്ങോട്ട് പോയി എന്ന്
ആർക്കും ഒരു രൂപവുമില്ലായിരുന്നു. തായ്ലൻഡും വിയറ്റ്നാമും തങ്ങളുടെ സൈനിക റഡാറുകളിൽ അജ്ഞാത വിമാനം കണ്ടിരുന്നുവെങ്കിലും അത് MH370 ആണെന്ന് തിരിച്ചറിയാനോ ആ വിവരം സമയബന്ധിതമായി കൈമാറാനോ അവർക്ക് കഴിഞ്ഞില്ല. ഓരോ രാജ്യവും തങ്ങളുടെ സൈനിക റഡാർ വിവരങ്ങൾ പുറത്തുവിടാൻ മടിച്ചത് അന്വേഷണത്തെ തുടക്കത്തിൽ സാരമായി ബാധിച്ചു. അങ്ങനെ ലോകം ദക്ഷിണ ചൈന കടലിൽ തിരച്ചിൽ നടത്തുമ്പോൾ MH370 മറ്റൊരു ദിശയിലേക്ക് മണിക്കൂറുകളോളം പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. റഡാറുകളിൽ നിന്ന് അപ്രത്യക്ഷമായെങ്കിലും MH370 പൂർണ്ണമായും നിശബ്ദമായിരുന്നില്ല. വിമാനത്തിലെ സാറ്റലൈറ്റ് ഡാറ്റ യൂണിറ്റ് ബ്രിട്ടീഷ് കമ്പനിയായ ഇൻമാർസാറ്റിന്റെ ഉപഗ്രഹവുമായി ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പുലർച്ചെ 1:06 അക്കാൾ സന്ദേശത്തിന് ശേഷം വിമാനത്തിലെ പ്രധാന ആശയവിനിമയ സംവിധാനങ്ങൾ നിലച്ചിരുന്നു. എന്നാൽ പുലർച്ചെ 2:25 അതായത് സൈനിക റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായതിന് തൊട്ടു പിന്നാലെ വിമാനത്തിന്റെ സാറ്റലൈറ്റ് സിസ്റ്റം വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങി. അത് ഉപഗ്രഹ ശൃംഖലയിലേക്ക് ഒരു ലോഗോൺ അഭ്യർത്ഥന അയച്ചു. ഇതൊരു വഴിത്തിരിവായിരുന്നു. വിമാനം തകർന്നിട്ടില്ലെന്നും അതിന്റെ എഞ്ചിനുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും അത് മണിക്കൂറുകളോളം പറന്നുകൊണ്ടേയിരുന്നുവെന്നും ഈ സിഗ്നൽ തെളിയിച്ചു. അടുത്ത 6 മണിക്കൂർ നേരത്തേക്ക് ഇൻമാർസാറ്റ് ഉപഗ്രഹം ഓരോ മണിക്കൂറിലും വിമാനത്തിലേക്ക് ഒരു സ്റ്റാറ്റസ് റിക്വസ്റ്റ് അയക്കുകയും വിമാനത്തിലെ സിസ്റ്റം അതിന് മറുപടി നൽകുകയും ചെയ്തു. ഈ ആശയവിനിമയത്തിൽ വിമാനത്തിന്റെ വേഗത, ഉയരം, ദിശ എന്നീ വിവരങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ സിഗ്നൽ അയക്കാനെടുത്ത സമയവും ഉപഗ്രഹത്തിന്റെ സ്ഥാനവും വിശകലനം ചെയ്ത വിദഗ്ധർക്ക് വിമാനം ഉപഗ്രഹത്തിൽ നിന്ന് എത്ര ദൂരെയായിരുന്നു എന്ന് കണക്കാക്കാൻ സാധിച്ചു. ഈ കണക്കൂട്ടലുകൾ പ്രകാരം വിമാനം 2 വിശാലമായ ഇടനാഴികളിൽ ഒന്നിലൂടെയാണ് സഞ്ചരിച്ചതെന്ന് കണ്ടെത്തി. ഒന്ന് വടക്ക് മധ്യേഷ്യയിലേക്ക് നീളുന്നതും മറ്റൊന്ന് തെക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വിദൂര കോണിലേക്ക് പോകുന്നതും. വടക്കൻ പാതയിലെ രാജ്യങ്ങളിലെ റഡാറിൽ വിമാനം പതിയാത്തത് കൊണ്ട് അത് തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പറന്നു എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നു. രാവിലെ 8:10 അവസാനത്തെ പൂർണ്ണമായ ഹാൻഡ് ഷേക്ക് നടന്നത്. രാവിലെ 8:19 29 സെക്കൻഡിന് വിമാനം മറ്റൊരു ലോഗോൺ അഭ്യർത്ഥന അയച്ചു. അതിന് ഗ്രൗണ്ട് സ്റ്റേഷൻ മറുപടി നൽകി. 8:19 37 സെക്കൻഡിന് വിമാനത്തിൽ നിന്ന് ലഭിച്ച ഒരു ലോഗോൺ അക്നോളജ്മെന്റ് അതായിരുന്നു MH370 നിന്നുള്ള അവസാനത്തെ ഡേറ്റ. രാവിലെ 9:15 ഇൻമാർസാറ്റ് അയച്ച അടുത്ത സ്റ്റാറ്റസ് അഭ്യർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല. ആ സമയത്തിനകം വിമാനത്തിലെ ഇന്ധനം തീർന്ന് അത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എവിടെയോ പതിച്ചിരിക്കാമെന്ന് അന്വേഷകർ ഉറപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും ഒറ്റപ്പെട്ടതും ആഴമേറിയതുമായ സമുദ്രങ്ങളിലൊന്നിൽ ഒരു ബോയിങ് 777 വിമാനം അലിഞ്ഞു ചേർന്നിരുന്നു. ഇൻമാർസാറ്റ് ഡാറ്റയുടെ വെളിച്ചത്തിൽ അന്വേഷണത്തിന്റെ ദിശ പൂർണ്ണമായി മാറി. ദക്ഷിണ ചൈന കടലിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ലോകത്തിന്റെ ശ്രദ്ധ തിരിഞ്ഞു. ഓസ്ട്രേലിയയുടെ നേതൃത്വത്തിൽ മലേഷ്യയും ചൈനയും മറ്റ് നിരവധി രാജ്യങ്ങളും ചേർന്ന് വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലുതും ചിലവേറിയതുമായ തിരച്ചിലിന് തുടക്കം കുറിച്ചു. തിരച്ചിൽ മേഖല അതിവിശാലമായിരുന്നു. തുടക്കത്തിൽ 19 കപ്പലുകളും 345 വിമാനങ്ങളും ചേർന്ന് 46 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ സമുദ്രോപരിതലം അരിച്ചു പറക്കി. എന്നാൽ വിമാനത്തിന്റെ ഒരു ചെറിയ ഭാഗം പോലും കണ്ടെത്താനായില്ല. തുടർന്ന് തിരച്ചിൽ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് നീങ്ങി. ഓസ്ട്രേലിയയിലെ പെർത്തിൽ നിന്ന് ഏകദേശം 1800 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായി കടലിന്റെ അടിത്തട്ട് ഭൂപടത്തിൽ രേഖപ്പെടുത്തുന്നതിനുള്ള ബാത്തിമെട്രിക് സർവേ ആരംഭിച്ചു. അതിനുശേഷം ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾസ്, സോണാർ ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിച്ച് കടലിന്റെ അടിത്തട്ടിൽ തിരച്ചിൽ തുടങ്ങി. പ്രതികൂല കാലാവസ്ഥയും കൂറ്റൻ തിരമാലകളും അഗാധമായ സമുദ്രവും തിരച്ചിലിന് വലിയ വെല്ലുവിളി ഉയർത്തി. ഏകദേശം 3 വർഷത്തോളം 1,20,000 ചതുരശ്ര കിലോമീറ്റർ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ തിരച്ചിൽ നടത്തിയിട്ടും വിമാനത്തിന്റെ പ്രധാന ഭാഗങ്ങളോ ബ്ലാക്ക് ബോക്സുകളോ കണ്ടെത്താനായില്ല. ഒടുവിൽ 2017 ജനുവരി 17 പ്രതീക്ഷകൾ അസ്തമിച്ചതോടെ ഓസ്ട്രേലിയ, മലേഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ ഔദ്യോഗിക തിരച്ചിൽ നിർത്തിവെക്കുന്നതായി പ്രഖ്യാപിച്ചു. ഈ തിരച്ചിലിന് ഏകദേശം $155 ചെലവായി. ഇതിൽ 58% മലേഷ്യയും 32% ഓസ്ട്രേലിയയും 10% ചൈനയും വഹിച്ചു. എന്നാൽ തിരച്ചിൽ അവിടെ അവസാനിച്ചില്ല. 2018 ജനുവരിയിൽ അമേരിക്കൻ സ്വകാര്യ കമ്പനിയായ ഓഷ്യൻ ഇൻഫിനിറ്റി കണ്ടെത്തിയാൽ മാത്രം പണം എന്ന വ്യവസ്ഥയിൽ അന്വേഷണം പുനരാരംഭിച്ചു. അവരുടെ സീബഡ് കൺസ്ട്രക്ടർ എന്ന കപ്പൽ അത്യാധുനിക ഡ്രോണുകൾ ഉപയോഗിച്ച് 6 മാസത്തോളം 1,12,000 ചതുരശ്ര കിലോമീറ്ററിലധികം പ്രദേശം പരിശോധിച്ചു. എന്നാൽ ആ ശ്രമവും വിഫലമായി. 2018 ജൂൺ 9 ഓഷ്യൻ ഇൻഫിനിറ്റിയും തിരച്ചിൽ അവസാനിപ്പിച്ചു. വർഷങ്ങൾക്കിപ്പുറവും 2024 തിരോധാനത്തിന്റെ 10ാം വാർഷികത്തിൽ മലേഷ്യൻ സർക്കാർ ഓഷ്യൻ ഇൻഫിനിറ്റിയുമായി വീണ്ടും ചർച്ചകൾ ആരംഭിച്ചു. 2024 ഡിസംബർ 20 തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ 15,000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് ഓഷ്യൻ ഇൻഫിനിറ്റി വീണ്ടും തിരച്ചിൽ നടത്തുമെന്ന് മലേഷ്യൻ സർക്കാർ പ്രഖ്യാപിച്ചു.
2025 ഫെബ്രുവരി 25-ന് തിരച്ചിൽ പുനരാരംഭിച്ചതായി സ്ഥിരീകരിച്ചു. എന്നാൽ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ 2025 ഏപ്രിലിൽ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചു. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ തിരച്ചിൽ വിഫലമായപ്പോൾ ഉത്തരം വന്നത് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള തീരങ്ങളിൽ നിന്നാണ്. 2015 ജൂലൈ 29-ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഫ്രഞ്ച് ദ്വീപായ റീയൂണിയനിൽ ഒരു വിമാനത്തിന്റെ ചിറകിന്റെ ഭാഗം കരയ്ക്കടിഞ്ഞു. വിശദമായ പരിശോധനയിൽ അത് MH370-ന്റേതാണെന്ന് സ്ഥിരീകരിച്ചു. ആദ്യമായി ലഭിച്ച ഭൗതിക തെളിവായിരുന്നു അത്. വിമാനം തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ തന്നെയാണ് തകർന്നതെന്ന് ഇത് ഉറപ്പിച്ചു. തുടർന്നുള്ള മാസങ്ങളിലും വർഷങ്ങളിലും കിഴക്കൻ ആഫ്രിക്കൻ തീരങ്ങളിൽ നിന്നും മറ്റ് ദ്വീപുകളിൽ നിന്നും വിമാനത്തിന്റെ കൂടുതൽ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. മൊസാംബിക്, ടാൻസാനിയ, ദക്ഷിണാഫ്രിക്ക, മൗറീഷ്യസ്, മഡഗാസ്കർ എന്നിവയിടങ്ങളിൽ നിന്ന് വിമാനത്തിന്റെ ചിറകിന്റെ ഭാഗങ്ങൾ, എഞ്ചിൻ കവറിംഗ്, ക്യാബിൻ ഇന്റീരിയർ പാനലുകൾ എന്നിവയുൾപ്പെടെ നിരവധി കഷ്ണങ്ങൾ ലഭിച്ചു. ഇതെല്ലാം MH370-ന്റേതാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. ഈ അവശിഷ്ടങ്ങൾ സമുദ്ര പ്രവാഹങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും വിമാനം എവിടെ പതിച്ചിരിക്കാം എന്നതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത നൽകുന്നതിനും ശാസ്ത്രജ്ഞരെ സഹായിച്ചു. എന്നാൽ വിമാനത്തിന്റെ പ്രധാന ഭാഗങ്ങളോ യാത്രക്കാരുടെ അവശിഷ്ടങ്ങളോ ഏറ്റവും നിർണായകമായ ബ്ലാക്ക് ബോക്സുകളോ കണ്ടെത്താൻ ഈ തുമ്പുകളൊന്നും സഹായിച്ചില്ല. എന്തുകൊണ്ടാണ് MH370 അതിന്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ചത്? ആരാണ് അതിനെ നിയന്ത്രിച്ചിരുന്നത്? ഈ ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരം കണ്ടെത്താൻ അന്വേഷകർക്ക് കഴിഞ്ഞിട്ടില്ല. ഏറ്റവും വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ട സിദ്ധാന്തങ്ങളിലൊന്ന് ക്യാപ്റ്റൻ സഹാരി അഹമ്മദ് ഷാ ബോധപൂർവം വിമാനം തകർത്തു എന്നതാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ഫ്ലൈറ്റ് സിമുലേറ്ററിൽ തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് പോകുന്നതിന് സമാനമായ പാതയുടെ ഡേറ്റ ഉണ്ടായിരുന്നു. എന്നാൽ ഇതുമാത്രം വെച്ച് ഒരു നിഗമനത്തിലെത്താൻ സാധ്യമല്ല. ക്യാപ്റ്റന് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ഒരു തെളിവും ലഭിച്ചില്ല. ഓസ്ട്രേലിയൻ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബ്യൂറോ മുന്നോട്ട് വെച്ച പ്രധാന സിദ്ധാന്തം ഇതാണ്. വിമാനത്തിന്റെ ക്യാബിനിലെ മർദ്ദം പെട്ടെന്ന് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഓക്സിജന്റെ അളവ് കുറയുകയും യാത്രക്കാരും ജീവനക്കാരും അബോധാവസ്ഥയിലാവുകയും ചെയ്തു. തുടർന്ന് വിമാനം ഓട്ടോ പൈലറ്റിൽ ഇന്ധനം തീരുന്നതുവരെ പറക്കുകയും ഒടുവിൽ സമുദ്രത്തിൽ പതിക്കുകയും ചെയ്തു. എന്നാൽ ബോധപൂർവം ദിശ മാറ്റിയതിനും ആശയ സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമാക്കിയതിനും ഈ സിദ്ധാന്തം പൂർണ്ണമായ വിശദീകരണം നൽകുന്നില്ല. വിമാനം മറ്റാരെങ്കിലും തട്ടിക്കൊണ്ടുപോയി എന്ന സിദ്ധാന്തവും ശക്തമാണ്. എന്നാൽ ഇന്ന് വരെ ഒരു തീവ്രവാദ സംഘടനയും ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. യാത്രക്കാരുടെ പശ്ചാത്തലം വിശദമായി പരിശോധിച്ചിട്ടും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായില്ല. വിമാനത്തിൽ ഒരു തീപിടുത്തമോ ഗുരുതരമായ സാങ്കേതിക തകരാറോ സംഭവിച്ച് ആശയവിനിമയ സംവിധാനങ്ങൾ നശിക്കുകയും പൈലറ്റുമാർക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയും ചെയ്തു എന്നൊരു വാദമുണ്ട്. ഒരുപക്ഷെ അടിയന്തരമായി ഇറങ്ങാൻ ശ്രമിക്കുന്നതിന്റെ ഇടയിലാവാം വിമാനം പടിഞ്ഞാറോട് തിരിഞ്ഞത്. 2018 ജൂലൈയിൽ മലേഷ്യൻ സർക്കാർ പുറത്തിറക്കിയ അന്തിമ റിപ്പോർട്ട് ഈ സിദ്ധാന്തങ്ങളിലൊന്നും വ്യക്തമായ ഉത്തരം നൽകിയില്ല. വിമാനത്തിന്റെ ദിശാമാറ്റം യാന്ത്രികമായി സംഭവിച്ചതാകാൻ സാധ്യതയില്ലെന്നും അത് ബോധപൂർവമായ ഒരു ഇടപെടലിന്റെ ഫലമാകാമെന്നും റിപ്പോർട്ട് സൂചിപ്പിച്ചു. എന്നാൽ ആരാണ് ഇതിന്റെ പിന്നിലെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല. മലേഷ്യൻ എയർ ട്രാഫിക് കൺട്രോളിന്റെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ചകളെയും റിപ്പോർട്ട് വിമർശിച്ചു. MH370 തിരോധാനം ലോകമെമ്പാടുമുള്ള 239 കുടുംബങ്ങളെയാണ് അനാഥമാക്കിയത്. തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ ഒരു അന്ത്യകർമ്മം പോലും ചെയ്യാനാകാതെ അവർ ഇന്നും കാത്തിരിക്കുന്നു. വിവരം നൽകുന്നതിലും അന്വേഷണം ഏകോപിപ്പിക്കുന്നതിലും മലേഷ്യൻ സർക്കാർ കാണിച്ച കാലതാമസം ചൈനയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും വലിയ വിമർശനത്തിനിടയാക്കി. ഈ ദുരന്തം വ്യോമയാന വ്യവസായത്തിൽ ദൂരവ്യാപകമായ മാറ്റങ്ങൾക്ക് കാരണമായി. ഈ ദുരന്തത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നിരവധി നടപടികൾ അന്താരാഷ്ട്ര വ്യോമയാന സംഘടന ICAO സ്വീകരിച്ചു. MH370 തിരോധാനം സാങ്കേതിക വിദ്യകളുടെ പരിമിതികളെക്കുറിച്ചും അന്താരാഷ്ട്ര സഹകരണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ലോകത്തെ ഓർമ്മിപ്പിച്ചു. ഒരു പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഉത്തരത്തിന് വേണ്ടി ലോകം കാത്തിരിക്കുകയാണ്. തെക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ആഴങ്ങളിൽ എവിടെയോ 239 ജീവിതങ്ങളുടെ കഥയും ആധുനിക കാലത്തെ ഏറ്റവും വലിയ വ്യോമയാന രഹസ്യവും ഉറങ്ങിക്കിടക്കുന്നു. ഓഷ്യൻ ഇൻഫിനിറ്റിയുടെ പുതിയ തിരച്ചിൽ ആ രഹസ്യത്തിന്റെ ചുരുളഴിക്കുമോ എന്ന് കാലം തന്നെ തെളിയിക്കും. അതുവരെ MH370 ആകാശത്ത് മാഞ്ഞു പോയൊരു നിഴലായി, ഉത്തരം കിട്ടാത്ത ചോദ്യമായി ലോകത്തിന്റെ മുമ്പിൽ ഒരു നൊമ്പരമായി നിലനിൽക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.